ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ദിസ് വാസ് എ വെരി അൺഎക്സ്പെക്റ്റഡ് വ്ളോഗ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ലുക്ക് അറ്റ് മൈ ഫേസ് ഗൈസ്. നോക്ക്, ഇവിടെ ഒരു പരിക്ക്, ഇവിടെ ഒരു പരിക്ക്, ഇതാ ഇവിടെ ഒരു പരിക്ക്, പിന്നെ ഇതാ കൈ, ഇവിടെ ഇവിടെ പിന്നെ കാലിൻ്റെ മുട്ട. അത് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പരിക്കായിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. എനിക്ക് നാട്ടിലേക്ക് വരുന്ന ദിവസം ലൈക്ക് സാറ്റർഡേ 2 ദിവസം മുന്നേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. യൂഷ്വലി പോസ്റ്റിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ എനിക്കൊരു ചെറിയൊരു ആക്സിഡൻ്റ് ആയി. ആക്സിഡൻറ്റ് ഇൻ ദ സെൻസ്, പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, മുമ്പിലൊരു ഓട്ടോ ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോക്കാരൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡിൽ നിന്ന് പെട്ടെന്ന് സ്ലോ ആക്കി, ഭയങ്കരമായിട്ട് സഡനായിട്ട് സ്ലോ ആക്കി. ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ആൻഡ് അറ്റ് ദ സെയിം ടൈം റോഡ് എന്തോ പൈപ്പ് എന്തോ ഇടാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടുണ്ട്. ഐ മീൻ എന്താ പറയുക, നമ്മൾ റോഡ് മുറിക്കില്ലേ, ഒരു പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് എന്തിനോ മുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നു, വണ്ടി എങ്ങനെയോ മറിയുന്നു. സ്കിഡായ എന്താന്ന് സത്യം പറഞ്ഞെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല. വണ്ടി മറിഞ്ഞു, ഞാൻ വീണു. ഐ വാസ് വെയറിങ് ഹെൽമെറ്റ്. പക്ഷെ എന്താ അറിയോ, വണ്ടി ഇങ്ങനെയാണ് മറിഞ്ഞത്. ഇങ്ങനെ മറിഞ്ഞപ്പം ഞാൻ ലൈക്ക് ഇങ്ങനെ വീണു റോഡിൽ. ഭാഗ്യത്തിന് ടച്ച് വുഡ്, ഇറ്റ് വാസ് നോട്ട് എ മെയിൻ റോഡ്. ലൈക്ക് ഒരു ഉള്ളിൽ കൂടെ ഒരു റോഡ് എടുത്താൽ ഞാൻ അതിലൂടെ നേരെ കയറിയ ഹോസ്പിറ്റലിൽ എത്തുമല്ലോ. അങ്ങനത്തെ ഒരു വഴി ആയതുകൊണ്ട്, വേറെ വണ്ടികൾ വരാത്തത് കൊണ്ടും ഞാൻ അവിടെ വീണപ്പം ഫേസ് ലൈക്ക് ഇങ്ങനെ അങ്ങ് റോഡിൽ ഒരഞ്ഞു. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ പാട്, കണ്ടോ? പിന്നെ ഇവിടെയോ ഒരഞ്ഞു, ഇവിടെയോ ഒരഞ്ഞു, പിന്നെ ബാക്കി കൈകാലൊക്കെ. അപ്പം ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ വേഗം എഴുന്നേറ്റു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഏതൊരു ചേച്ചിയൊക്കെ കൂടി വന്നു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, വണ്ടി ആരൊക്കെ മാറ്റി. ഞാൻ അറ്റ് ദ സെയിം ടൈം ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നത് വെച്ചാൽ കാരണം എനിക്കില്ലേ വീണ ആ ടൈമിൽ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ, ഞാൻ ഒന്ന് എണീറ്റ് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് എനിക്കിവിടെ നല്ല എന്തോ ഒരു വേദന വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ എന്താ എനിക്ക് പേടിയാവുന്നത്, ഭയങ്കര സ്ട്രെസ്സായി ഞാൻ. കാരണം എന്താ വെച്ചാൽ എൻ്റെ വിചാരം ഇവിടെ നല്ല വേദന, അപ്പം ഇവിടുന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തോ സീനായോ, എന്തെങ്കിലും ആയോ, മുറിഞ്ഞോ, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടേനും. കാരണം ഞാൻ വേറെ എവിടെ എന്തായാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ പറയല്ല, ഇവണ്ടോ എനിക്ക് ഫേസ് എന്തെങ്കിലും ആയാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, ഇവിടെ എന്തോ റെഡ് കളർ ജസ്റ്റ് സ്ക്രാച്ച് ആയതാ, പ്രശ്നമല്ല. എന്നിട്ടും എനിക്കൊരു വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഞാൻ നേരെ ഓടിച്ചെന്ന് ഞാൻ വണ്ടീൻ്റെ മിററിൽ നോക്കിയപ്പം ഞാൻ കണ്ടു ഇങ്ങനെയാണ്, സ്ക്രാച്ച് ആയതാണെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ അവിടുന്ന് മുഖമൊക്കെ കഴുകി. എനിക്ക് പെട്ടെന്ന് ഫുൾ പെയിനായി, പ്രശ്നമായി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ അവൾ വന്നു. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഞാൻ ബാക്കിൽ കയറിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് TT എടുത്തു. വീണൊക്കെ ശരിയല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കല്ല് കയറിയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ TT ഒക്കെ എടുത്ത്, പിന്നെ ഇവർ ഓയിൽമെൻ്റ് ഒക്കെ തന്ന്, ഇവർ പറഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ല, ഫ്രാക്ചറും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളിൽ. ടച്ച് വുഡ്, എന്തോ ഭാഗ്യത്തിന് എന്തെങ്കിലും ഒരു ഇച്ചിരി എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കുറച്ച് ഇത് ഇവിടം വരെ എത്തിയിട്ട് എന്തോ ഭാഗ്യത്തിന് കണ്ണൊന്നും ആയിട്ട് കണ്ണിൻ്റെ ഇവിടം വരെ ആയിട്ടുള്ളൂ. പിന്നെ സ്കിന്ന് വേറൊരു സ്ഥലത്തൊരു ബോണിനും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, എന്തോ ടച്ച് വുഡ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ട്. എന്നിട്ട് അവർ ഒരു ഓയിൽമെൻ്റ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെക്കാനുള്ളത്, കാരണം കല വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സോയാ, അപ്പോൾ അതാണ് ഉണ്ടായത് ആക്ച്വലി. അപ്പം ഞാനിങ്ങനെ അന്ന് രാത്രിയാണ് എനിക്ക് വീട്ടിലേക്കും വരേണ്ടത്. അപ്പം എനിക്കെല്ലാം കൂടി ടെൻഷനായി. കാരണം ഇതിനിപ്പോൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ അമ്മ പേടിക്കും, അച്ഛൻ പേടിക്കും, എല്ലാവരും കൂടി സ്ട്രെസ്സാവും, എനിക്കറിയാം. പക്ഷെ ഇത് വിളിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അന്ന് രാത്രി എനിക്ക് വീട്ടിലേക്ക് കയറേണ്ടതാണ്. അങ്ങനെ ഞാൻ അമ്മേനെ വിളിച്ച് പറയുന്നു. ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു സംഭവമുണ്ട്, പേടിക്കണ്ട. ചെറുതായിട്ടൊന്ന് വണ്ടിയിൽ നിന്ന് ഞാൻ വീണ്. എന്നിട്ട് ഞാനൊരു വീഡിയോ അയച്ചു കൊടുത്തു കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോഴത്തേക്ക് അമ്മ ടെൻഷനായി, എന്താ പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഹോസ്പിറ്റലാണ്, വേറെ ഒരു കുഴപ്പമില്ല,
അവിടെയൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ അമ്മ അച്ഛനോട് പറയുന്നു, എല്ലാവരും വിളിക്കുന്നു. അന്ന് രാത്രി ഞാൻ മീൻസ് അന്ന് റൂമിൽ പോയിട്ട് ഞാൻ ഉപ്പും കല്ലുപ്പിൻ്റെ വെള്ളം തുണിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു ഇവിടെയൊക്കെ. ഇല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തതൊന്നും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കല്ലുപ്പിൻ്റെ വെള്ളം തുണിയിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കലുണ്ട് ഇവിടേക്ക്. അങ്ങനെ കാരണം എനിക്ക് മുഖത്ത് കലേൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. പിന്നെ ലൈക്ക് 2 ദിവസം ഭയങ്കര പെയിനായിരുന്നു. ലൈക്ക് അന്ന് ആയ ദിവസം നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അധികം എക്സ്പ്രസ് ചെയ്തില്ല, കാരണം എല്ലാവർക്കും ടെൻഷൻ ആവൂലേ. അങ്ങനെ നെക്സ്റ്റ് ഡേ മീൻസ് ഇന്നലെ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ വെച്ച് പിന്നെ ഓയിൽമെൻ്റ് ഒക്കെ ഇട്ട് ഇന്ന് എനിക്ക് എന്തോ അത്ര പെയിൻ ഇല്ല. ഇന്ന് ഞാൻ കുറച്ച് കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ ആക്ച്വലി എനിക്ക് പല്ലിൻ്റെ ഡോക്ടറൊന്ന് കാണാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നാട്ടിലേക്ക് ബുക്ക് ചെയ്തത് നേരത്തെ. അപ്പം ഇങ്ങനെയൊക്കെ നടന്നു ഗൈസ്, എന്താണെന്നറിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് വന്ന് ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് സംഭവങ്ങളൊക്കെ ആയി, പ്രശ്നങ്ങളൊക്കെ ആയി, കുറേ വേദനയൊക്കെ സഹിച്ച് കാലിൻ്റെ മുട്ടൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയിട്ടില്ല, ടച്ച് വുഡ്. കുറേ എൻ്റെ ഫ്രണ്ട്സും കുറേ എൻ്റെ ഫാമിലിയും പറയുന്നു ഈ വിളയാണ്, കണ്ണ് കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഐ ഡോണ്ട് നോ, എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. വണ്ടീൻ്റെത് എന്തൊക്കെയോ ആണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു എൻ്റെ അവിടെ മൈസൂർ കഴിയാനായി ഓൾമോസ്റ്റ്. അപ്പം ഈ മാസം കഴിയും. അപ്പം ആവുന്ന ടൈം അപ്പോഴത്തേക്ക് കുറേ അപകടങ്ങൾ അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു. കുറച്ച് സ്ട്രെസ്സായി സത്യം പറഞ്ഞാൽ. ഞാനും കുറച്ചൊന്ന് ഒതുങ്ങിപ്പോയി. ലൈക്ക് ഒതുങ്ങിപ്പോയി ഇൻ ദ സെൻസ് കുറച്ചൊന്ന് സ്ട്രെസ്സായി, പേടിച്ച്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എൻ്റെ ഫേസിനാണ്, വേറെ എവിടെയല്ല. അപ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രെസ് ആവൂലേ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അന്നെടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് എടുത്ത എൻ്റെ ഫേസിൻ്റെ ഒക്കെ, അത് ഞാൻ ഇതിൽ വെക്കാം. അപ്പം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.